ചേച്ചിയുടെ പേരെന്താ? മേരി. മേരി. എവിടെ സ്ഥലം? പൈപ്പുള്ളിമൂല. ഓക്കെ. ഇവിടെ പുത്തൂർ ബാങ്കായിട്ട് എന്താണ് ബന്ധം? അവിടെ പഴയ ഒരു സൊസൈറ്റി അല്ലേ, അതിന്റെ പേരിൽ അവിടെ ഇട്ടു. ഓക്കെ. എത്ര വർഷമായിട്ട് ഇവിടെ ഡിപ്പോസിറ്റ് ഉണ്ട്? 14 കൊല്ലമായിട്ട്. 14 കൊല്ലമായിട്ടുണ്ട്. എന്താ ഈ പുത്തൂർ ബാങ്കിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? അഭിപ്രായം ആദ്യമൊക്കെ നല്ലതായിരുന്നു, പിന്നെ പൊളിഞ്ഞപ്പോഴാണ് ആ കാലപരാതിയായി എന്ന് അറിഞ്ഞത്. അത് ശരി. ഇപ്പം ഞങ്ങളുടെ ചെറുപ്പകാലത്ത് സൊസൈറ്റിനെ പറ്റി നല്ലൊരു കേൾവിയായിരുന്നു. എത്ര കൊല്ലമായിട്ട് ഇവിടെ ഡിപ്പോസിറ്റ് ഉണ്ട്? 14 കൊല്ലം കഴിഞ്ഞ് കാണണം. 14 കൊല്ലം അല്ലേ? ഓക്കെ. എത്ര ഉണ്ട് ഇപ്പൊ എമൗണ്ട്? ഇപ്പൊ അവിടെ 1.25. ഇപ്പൊ പലിശയില്ല, മുതലുമില്ല, ഒന്നുമില്ല. എന്താ പറയുന്നത് അവര് ബാങ്കിൽ ചെല്ലുമ്പോ പറയും തരിഞ്ച് കാശ് പോവില്ല, തരിഞ്ച്. പിന്നെ എന്താ ഇതിനിടയ്ക്ക് എന്തെങ്കിലും തന്നോ? 25,000 രൂപ. അതെന്താ 25,000? അത് പലിശ വേണ്ടെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു തോന്നുന്നുണ്ട്. അപ്പൊ പലിശ വേണ്ടെന്ന് പറഞ്ഞ് നറുക്കിട്ടു കിട്ടിയെന്നാണ് പറയണത്. അവരുടെ പേര് വന്നു, അങ്ങനെ പറയുന്നു അല്ലേ? അങ്ങനെ പറഞ്ഞു. അങ്ങനെ 25,000 തന്നു, ബാക്കി ഒന്നുമില്ല. ഇതാണ് ഇവിടുത്തെ നാട്ടുകാരുടെ മുഴുവൻ അവസ്ഥ. ഇതാണോ? പുത്തൂർ ഭാഗത്ത് തന്നെയാണ് എല്ലാവർക്കും തന്നെ അല്ലെ? ആർക്കും മുതലില്ല, പലിശയില്ല. ഇപ്പൊ നിങ്ങൾ 14 വർഷമായി ചേച്ചി ഇവിടെ അല്ലേ? ചേച്ചിക്ക് മുതലില്ല, പലിശയില്ല, ഒന്നുമില്ല. അത് ശരി. ഇപ്പൊ എന്താ ഇതിനെതിരായിട്ട് ഈ എന്തൊക്കെ ചെയ്തു? ഇതുവരെ കംപ്ലൈന്റ് കൊടുത്ത എവിടെയെങ്കിലും? കംപ്ലൈന്റ് ഞങ്ങളെല്ലാവരും ഒക്കെ പാടെ കൂടി പിന്നെ ഓരോ പ്രശ്നങ്ങളുണ്ടായി, മീറ്റിംഗ് കൂടും, മരത്താകര പോയി, അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് നടന്നു. പിന്നെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, കിട്ടാനുള്ള മാർഗവും ഇല്ല. അത് ശരി. ശരി ശരി. ചേട്ടന്റെ പേരെന്ന് പറയോ? ഈനാശു. ഇവിടെ പുത്തൂർ തന്നെയാണ്? ഓക്കെ. ഈ പുത്തൂർ ബാങ്കിൽ എത്ര വർഷമായിട്ട് ഇടപാടുണ്ട്? ഒരുപാട് വർഷമുണ്ട്. എന്നാലും ഒരു 15 വർഷം 20 വർഷം 15 പോലെ അതിന് മേലെ ഉണ്ട് അല്ലേ? ഓക്കെ. ഇവിടെ ഡിപ്പോസിറ്റ് ഉണ്ടോ? ഡെപ്പോസിറ്റ് ഉണ്ട്. എത്ര ഉണ്ടാവും ഏകദേശം? ഒരു 20 മുകളിലുണ്ട്. 20 ലക്ഷത്തിന് മുകളിലുണ്ട്. അത് ശരി. എങ്ങനെയാ പലിശ കിട്ടുന്നുണ്ടോ? പലിശ അവരിപ്പോ 10 ആളെ നറുക്കിട്ട് എടുത്തിട്ട് ഒരു 25,000 രൂപ കിട്ടി. അതെന്താ ഈ നറുക്കിടിൽ എന്താ മനസ്സിലായില്ല? പലിശ നിങ്ങളോട് പറഞ്ഞത് മാസം അല്ലെ 3 മാസം കൂടുമ്പോൾ പലിശ തരാം, അല്ലെങ്കിൽ മാസത്തിൽ പലിശ തരാന്നല്ലേ? അത് കിട്ടിയിട്ടില്ലല്ലോ. അത് കിട്ടിയില്ല. എത്ര കൊല്ലമായിട്ട് അങ്ങനെ മുടങ്ങി കിടക്കുന്നുണ്ട്? ഇപ്പൊ ഒരു 3-4 വർഷമായി. 4 വർഷമായിട്ട് മുടങ്ങി കിടക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ വെറും നറുക്കിട്ടിട്ട് 25,000 തന്നു. അതെന്താ ബാങ്കിൽ അങ്ങനെ ഒരു നറുക്കെടുപ്പ്? എന്താണത്? അതിപ്പോ അവര് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുള്ള. എന്താ ചെയ്യാ? കിട്ടിയത് അവിടെ. അപ്പൊ 25,000 വാങ്ങി. അത് പലിശ വേണ്ടെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തു. എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പാടില്ല, പക്ഷെ എല്ലാവരും എഴുതി കൊടുക്കാണ്ട് ഇപ്പൊ ഞാനും കൊടുക്കും. നമ്മള് പൈസ വേണം, നമ്മൾ എഴുതി കൊടുക്കുന്നത് വേണമെന്ന് പറയില്ലേ? അതിന്റെ ആവശ്യമില്ലല്ലോ, നമ്മളെ പണാണല്ലോ. അതെ. അപ്പൊ ഇനിയിപ്പോ ഇനി എന്ത് ചെയ്യുന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യചിഹ്നം. ഇതാണ് പൊതുവെ പുത്തൂരിലെ ആൾക്കാരുടെ ഒരു സംശയം. അതാണ് അല്ലേ? എന്ത് ചെയ്യണം എന്നുള്ളൊരു സന്നിഗ്ധാവസ്ഥയിൽ നിൽക്കുകയാണ്. ശരി. ഇപ്പൊ നമ്മൾ എൻ്റെ പേര് ജോസഫ്. സാറ് പുത്തൂർ സാറിന്റെ ബാങ്കിൽ എത്ര ഡിപ്പോസിറ്റ് ഉണ്ടാവും? 2 ലക്ഷം. സാറ് എൻ്റെ ഒരു 8 ലക്ഷം ഉണ്ട്. സാറ് മോഹനൻ. ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു? ഇലക്ട്രിസിറ്റിയിലെ AE ആയിരുന്നു അല്ലേ? സാറ് ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് SI ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഈ പുത്തൂർ ബാങ്കിൽ പലിശയില്ല, മുതലുമില്ല. ഇപ്പം ഇതിനു മുമ്പ് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതായിട്ട് ഇടപെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ പ്രശ്നങ്ങളായിട്ട് ഇടപെട്ടിട്ടുണ്ടോ? ആരും ഇടപെട്ടിട്ടില്ല. സാറിൻ്റെ പ്രശ്നത്തിൽ ആരും ഇടപെട്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒരു നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടി ഈ കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായമാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇപ്പോൾ സാറിന് മുതലില്ല, പലിശയില്ല, ഒന്നുമില്ല, 2 പേർക്കും ഇല്ല. എത്ര വർഷമായിട്ട് എങ്ങനെ ഇത് കിടക്കുന്നു? ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഇല്ല. 2 വർഷം മുമ്പ് 1000 രൂപ സീനിയർ സിറ്റിസന് തന്നിരുന്നു. അത് തന്നിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ഈ പിന്നെ ചില ആൾക്കാർ ഇവിടെ ഒരു 25,000 നറുക്കെടുപ്പ് എന്നൊക്കെ പറയുന്നത് അതെന്താ? അത് ഇഷ്ടമുള്ളവർക്ക് 1000 രൂപ വെച്ച് ഇപ്പോൾ 5 ലക്ഷം ഇട്ടുണ്ടെങ്കിൽ 25,000 രൂപ കൊടുക്കും പലിശയിലാണ്ട്. ഈ 5 ലക്ഷത്തിന് പലിശ വേണ്ടെന്ന് പറഞ്ഞാൽ എഴുതി കൊടുക്കണം. അത് ശരി. സാറങ്ങനെ കൊടുത്തോ? ഞാൻ കൊടുത്തില്ല. സാറങ്ങനെ കൊടുത്തോ? ഇല്ല, കൊടുത്തിട്ടില്ല. ശരി.